ബാലേട്ടൻ എഴുതിയ കത്താണ് അങ്ങയുടെ കയ്യിലിരിക്കുന്നത്. കത്ത് കിട്ടിയപ്പോൾ തന്നെ ബാലേട്ടൻ എന്നെ കാണാനായി ഓടി വന്നു. ഞാൻ ബാലേട്ടന്റെ മുന്നിൽ എല്ലാം അഭിനയിക്കുകയായിരുന്നു. കത്തയച്ച് 2 ആഴ്ച കഴിഞ്ഞപ്പോഴാണ് ഞാനൊരു സത്യം അറിഞ്ഞത്. രേഖ 2 മാസം ഗർഭിണിയാണ്. രേഖയുടെ ഭർത്താവ് എവിടെയാണ്? എന്റെ ഭർത്താവ് വിദേശത്താ. ഏതായാലും ഞാൻ കുറച്ച് മരുന്ന് എഴുതി തരാം. തൽക്കാലം അത് കഴിച്ചാൽ മതി. ഡോക്ടർ, ഞാൻ പ്രസവിച്ചാൽ എന്റെ ഈ രോഗം എന്റെ കുഞ്ഞിന് യാതൊരു കുഴപ്പവും ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞില്ലേ, ലുക്കേമിയ മാരകമായ രോഗമാണെങ്കിലും രേഖയെ ബാധിച്ചിട്ടുള്ളത് വളരെ പതുക്കെ മാത്രം എഫക്ട് ചെയ്യുന്ന ക്രോണിക് ലിംഫോസൈറ്റിക് ലുക്കേമിയാണ്. ഡോക്ടർ, എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടിയാണെങ്കിൽ ഞാൻ പറഞ്ഞത് സത്യമാണ്. തുടക്കത്തിലേ ആയതുകൊണ്ട് ഒരു കുഴപ്പമില്ല. രേഖ പൂർണ്ണ ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ പ്രസവിക്കും. ആത്മഹത്യ ചെയ്യണോ വേണ്ടയോന്ന് ഞാൻ പലവട്ടം ആലോചിച്ചതാണ്. പക്ഷെ എന്റെ വയറ്റിൽ വളരുന്ന എന്റെ ബാലേട്ടന്റെ കുഞ്ഞിനെ നശിപ്പിക്കാൻ എന്റെ മനസ്സ് സമ്മതിച്ചില്ല. എല്ലാം ഉള്ളിലൊതുക്കി ജീവിക്കാൻ തന്നെ ഞാൻ തീരുമാനിച്ചു. എന്റെ വിവാഹവും എന്റെ ഭർത്താവിന്റെ ആക്സിഡന്റും ഒക്കെ ഞാൻ പറഞ്ഞ വെറും കെട്ടുകഥകളായിരുന്നു. ആ കഥകളിലൂടെയെങ്കിലും എന്റെ ബാലേട്ടൻ എന്നെ വെറുക്കുമെങ്കിൽ ബാലേട്ടന്റെ ജീവിതമെങ്കിലും രക്ഷപ്പെടുമല്ലോ എന്ന് കരുതിയാണ് അവസരങ്ങൾക്കൊത്ത് ഞാൻ ഓരോ കള്ളങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്റെ ബാലേട്ടന് എല്ലാ നന്മകളും ഉണ്ടാവാൻ ഹൃദയം തുറന്ന് പ്രാർത്ഥിച്ചവളാണ് ഞാൻ. ഒരിക്കലും അങ്ങയുടെ മകന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് അദ്ദേഹത്തിന്റെ സൗഭാഗ്യം തട്ടിപ്പറിക്കാൻ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല.